കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പിന്നീട് അതൊരു ട്രെൻഡായി മാറിയത്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് സെയിലുള്ള ഒരു മോഡലാണ് അഡ്വഞ്ചർ ആൻഡ് എൻഡ്യൂറോ കാറ്റഗറി. ഇനി എന്തുകൊണ്ട് ഇപ്പൊ XSR തരുന്നു, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ XSR തന്നിട്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ XSR എന്ന് പറയുന്ന അല്ലെങ്കിൽ XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ തന്നിട്ട് പലതരത്തിലുള്ള മോട്ടോർ സൈക്കിൾ ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് ഓഫ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഓഫ് മോട്ടോർ സൈക്കിൾ പലതരത്തിലുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതല്ല സക്സസ് ആയിട്ടുള്ള മോഡലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലേഡീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു റുക്കി ആയിട്ടുള്ള ഒരു നൂബി ആയിട്ടുള്ള റൈഡർ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് അത് കൊണ്ടുവന്നത്. ഇനി ഇപ്പോൾ യമഹ കൊണ്ടുവരേണ്ട മോഡൽ ഏതായിരുന്നു? ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെ? അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ മെയിൻലി നമുക്ക് അഭിപ്രായമാണ് വേണ്ടത്. കോണ്ടന്റിനെ കുറിച്ചുള്ള അഭിപ്രായം, അതല്ലാതെ ഞങ്ങളിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലും. അപ്പൊ അത് മറക്കരുത് ആരും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിള് ചിലപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓൾറെഡി നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഹിന്റ് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഭാരത് മൊബൈലിറ്റി എക്സ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഓട്ടോ എക്സ്പോ ഞങ്ങൾ പോകാനായിട്ടുള്ള ചെറിയ പ്ലാൻ ഉണ്ട്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഭാരത് മൊബൈലിറ്റി ഡൽഹിയിൽ എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ്. ഭാരത് മൊബൈലിറ്റി എക്സ്പോയിൽ ഈ ഒരു പ്രാവശ്യം യമഹ മോട്ടോർ ഇന്ത്യ XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഷോക്കേസ് ചെയ്യാനായിട്ട് ഒരു ചാൻസും അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ അത് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിന് മുൻപ് നമുക്ക് ചെറിയൊരു ഹിന്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമഹയുടെ കോൾ ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോഷനിൽ അവർ XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൂചന വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് XSR 155 എന്ന് പറയുന്ന സൈക്കിൾ ഇന്ത്യയിൽ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വളരെയധികം നാളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മോഡലാണ് XSR 155 എന്ന് പറയുന്നത്. പക്ഷേ യമഹ ഹാവ് അതർ പ്ലാൻസ്. അറിയാലോ എന്തായിരുന്നു പ്ലാൻ? FCX. ഓക്കെ, യമഹയ്ക്കിന്റെ ആയിരുന്ന അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് FCX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ടൈപ്പ് ഓഫ് XSR അല്ലെങ്കിൽ XSRന്റെ ലൈറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് തരിക എന്നുള്ളതായിരുന്നു. ആ ഒരു മോട്ടോർ സൈക്കിൾ വന്നപ്പോൾ നമുക്കറിയാം അത്രയും വലിയൊരു സക്സസ് ആകാനായിട്ട് യമഹയ്ക്ക് ആ ഒരു മോഡൽ വെച്ചിട്ട് സാധിച്ചില്ല. ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. പക്ഷേ നല്ല വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ XSRനെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് FCX കിട്ടുമ്പോൾ ഒരിക്കലും ആ ഒരു മോട്ടോർ സൈക്കിൾ നല്ലതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ ഒരു മോട്ടോർ സൈക്കിളിനെ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത്യാവശ്യം നല്ലൊരു മോട്ടോർ സൈക്കിൾ പറയാം. പക്ഷെ എൻ്റെ ഒരു വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ നോർമൽ ആയിട്ടുള്ള FCS എടുക്കുകയാണ്. കുറച്ചും കൂടി ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഭേദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന XSRനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ട് ഇപ്പൊ XSR തരുന്നു, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ XSR തന്നിട്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ XSR എന്ന് പറയുന്ന അല്ലെങ്കിൽ XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ തന്നിട്ട് യാതൊരു ഉപകാരം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. കുറേ കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മോട്ടോർ സൈക്കിൾ ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് ഓഫ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഓഫ് മോട്ടോർ സൈക്കിൾ പലതരത്തിലുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതല്ല? റോയൽ എൻഫീൽഡിന്റെ 100 350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ എക്സാക്ട് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XSR 155 ആണ്. റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു 100 350 എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള മോഡലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലേഡീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു റുക്കി ആയിട്ടുള്ള ഒരു നൂബി ആയിട്ടുള്ള റൈഡർ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് അത് കൊണ്ടുവന്നത്. അത് റോയൽ എൻഫീൽഡിനെ വളരെയധികം സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇനി ആ ഒരു സമയത്താണ് ഇപ്പോൾ യമഹ XSR 155 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് കൊണ്ടുവരുന്നത്. ഒരു കാര്യം, ഈ ഒരു 150cc ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന് എന്തായാലും ഒരു ഹൈലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവിലി ആയിട്ടുള്ള പ്രൈസിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് MT-50നേക്കാളും ഒരു ഹെവി ആയിട്ടുള്ള പ്രൈസിംഗ് ആയിരിക്കും വരാൻ പോകുന്ന XSR 155. MT-50 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഇപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.68 lakh rupees ആണ്. ഒരു 155cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓൺ റോഡ് പ്രൈസ് അല്ല, എക്സ്ഷോറൂം പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് എന്തായാലും ഈ XSR 155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആയിട്ട് യമഹ വരുമ്പോൾ ഒരു ഹൈലി അല്ലെങ്കിൽ ഒരു ഹെവിലി പ്രൈസിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടായിരിക്കും കൊണ്ടുവരിക. ഇനി അടുത്തൊരു ട്രെൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ XSR എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാതിരിക്കുന്ന ഒരു കാരണം ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പല മോട്ടോർ സൈക്കിൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ? അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആൻഡ് എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ആണ്. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവാസാക്കിയുടെ KLX 230, KTMന്റെ എൻഡ്യൂറോ 390, പിന്നെ TVSന്റെ അഡ്വഞ്ചർ, അങ്ങനെ പല മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ പല ബ്രാൻഡുകളും ഫോക്കസ് ചെയ്യുന്നത് അഡ്വഞ്ചർ ആൻഡ് എൻഡ്യൂറോ കാറ്റഗറിയാണ്. ഇന്ത്യയിൽ എൻഡ്യൂറോ കാറ്റഗറിയുടെ അല്ലെങ്കിൽ കാറ്റഗറിക്ക് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് KTM തന്നെ എൻഡ്യൂറോ എന്ന് പറഞ്ഞ കാറ്റഗറി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത്രയും അധികം എല്ലാവരും ഓഫ് റോഡ് സെഗ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ യമഹ ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു 3-4 കൊല്ലം ഡിലേ ആയിട്ട്
ആയിട്ടാണ് അവിടെ മെമ്മറി വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായേക്കണേ. ഇങ്ങനെയൊക്കെ ലേറ്റ് ആയിട്ട് ഓരോ മോഡൽ കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ഇനി ഇപ്പോൾ യമഹ കൊണ്ടുവരേണ്ട മോഡൽ ഏതായിരുന്നു? ഇപ്പൊ ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 155cc ബേസ് ചെയ്തിട്ടുള്ള WR155R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഉണ്ട്. വർഷങ്ങളായിട്ട് ഇന്ത്യയിലില്ലടല്ല, ഇന്ത്യയിലില്ല, വിദേശത്ത് കണ്ടമാനം മോഡൽ ഉണ്ട്. ഇന്ത്യയിലെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാനായിട്ട് അവർ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. അടുത്ത വർഷം ചിലപ്പോൾ 1080 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ വരുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള വരുന്നു എന്നല്ലാതെ യാതൊരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ WR155ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പുതിയ കോൾ ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ വീഡിയോയില് WR155നെ കുറിച്ചിട്ട് യാതൊരു സൂചനയും അവർ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് WR155 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ നമുക്ക് തരാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ യമഹ മോട്ടോർ ഇന്ത്യക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ലാൻഡർ 150യോ ലാൻഡർ 250യോ ഇന്ത്യയിൽ കൊണ്ടുതരാം. എല്ലാ ബ്രാൻഡും ഓഫ് റോഡ് ആൻഡ് എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഇത്രയും ലെഗസിയുള്ള ഒരു ബ്രാൻഡ് ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. ഏകദേശം 2018 XTZ 125 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യമഹയുടെ ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ, ചെറിയ ഒരു 125cc ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ 2018 ടെസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷം യാതൊരു ഇൻഫർമേഷനും ആ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് XSR 155 വരുന്നു എന്നുള്ള ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. കാലം തെറ്റി പിന്നെയും പല കാര്യങ്ങളും യമഹ ചെയ്യുകയാണ്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു XSR 155 ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ ഉണ്ടാവുമോ? അതല്ലാന്നുണ്ടെങ്കിൽ യമഹ ചെയ്യാൻ പോകുന്നത് ഒരു മണ്ടത്തരമാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ചാओ. അതല്ല ഇപ്പൊ ഈ അഡ്വഞ്ചറിന് എനിക്കറിയില്ല, ഇതൊരു സീസണാണ്. സീസൺ അല്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ അവൈലബിലിറ്റി ഉണ്ട്. ഓരോ മോട്ടോർ സൈക്കിളിന്റെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ ട്രെൻഡ് വരിക. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അഡ്വഞ്ചർ സ്റ്റാർട്ടിംഗ് മോട്ടോർ സൈക്കിൾ കമ്പനി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഹീറോന്റെ ഇമ്പൾസ് ആണ്. ഹീറോന്റെ ഇമ്പൾസ് തൊട്ടിട്ടാണ്. പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നു. ആ ഒരു സമയത്ത് അത് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു അത്തരം മോട്ടോർ സൈക്കിൾസ് ഇല്ല. ഈ ഇമ്പൾസ് എന്ന് പറയുന്ന ചെറിയ വണ്ടി വന്ന് കുറച്ച് നാള് സെയിലായി. പിന്നെ കച്ചവടം അല്ലാണ്ട് അത് ഫ്ലോപ്പായ ഡിസൈൻ ആയിട്ട് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് പോയി. പക്ഷെ അടിപൊളി വണ്ടിയായിരുന്നു. പിന്നീടാണ് ആൾക്കാർ മനസ്സിലായി നമ്മൾ തന്നെ റേസിന് വേണ്ടി ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്, ഇമ്പൾസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലാവണേ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നെ നിനക്കറിയാലോ ഓഫ് റോഡ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് ആളുകൾ കടന്നപ്പോഴാണ് ആൾക്കാർ മനസ്സിലാവണം അതിന്റെ സുഖം, കംഫോർട്ട്, അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പിന്നീട് അതൊരു ട്രെൻഡായി മാറിയത്. ഇപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് സെയിലുള്ള ഒരു മോഡലാണ് അഡ്വഞ്ചർ ആൻഡ് എൻഡ്യൂറോ കാറ്റഗറി. എന്നിട്ട് യമഹ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല.